നമുക്കിപ്പോൾ ബേർഡ് ഫോട്ടോഗ്രാഫിയിൽ നമുക്ക് ആവശ്യമായിട്ട് വേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 300 mm, ഒരു 300 mm എങ്കിലും ഫോക്കൽ ലെങ്ത്തുള്ള ഒരു ലെൻസായിരിക്കും നമുക്ക് ഏറ്റവും അഭികാമ്യം. ഏറ്റവും കുറഞ്ഞത് ഒരു 300 mm എങ്കിലും ഉള്ള ലെൻസാണെങ്കിൽ, കാര്യം ബേഡ്സിനെ നമുക്ക് ഒരുപാട് അടുത്ത് അപ്രോച്ച് ചെയ്യാൻ ഒരു ക്രീച്ചറാണ്. നമുക്ക് മാത്രമല്ല വളരെ ചെറുതുമാണ്. അപ്പം ഇതിനെ നമുക്ക് കൃത്യമായ നമ്മുടെ ഒരു ഫ്രെയിമിനുള്ളിൽ വരുത്തണമെങ്കിൽ നമുക്കൊരു ഫോക്കൽ ലെങ്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അപ്പം 300 mm, മിനിമം 300 mm എങ്കിലും ഉള്ള ലെൻസുകൾ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇതാണ് ബേർഡ് ഫോട്ടോഗ്രാഫിയിൽ അടിസ്ഥാനപരമായിട്ട് വേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ് ഏതാണെന്ന് നോക്കാതെ നമുക്ക് അതിൻ്റെ ഏറ്റവും അതിൻ്റെ ഏറ്റവും നല്ല ഔട്ട്പുട്ട് എങ്ങനെ കണ്ടെത്താനുള്ള സെറ്റിങ്സ്, ലൈറ്റിംഗ് ആയാലും അതിൻ്റെ അപ്പർച്ചർ ആയാലും ISO ആയാലും എത്ര വരെ പോയാൽ നമുക്ക് നല്ല പടങ്ങൾ കിട്ടും, ഷാർപ്പായിട്ടുള്ള പടങ്ങൾ കിട്ടും എന്നുള്ള സെറ്റിങ്സ് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി കുറച്ച് സമയം അതിന് വേണ്ടി ശ്രമിക്കുക. ബേഡ്സിൻ്റെ ബിഹേവിയർ മനസ്സിലാക്കുക, ബേഡ്സിൻ്റെ ആക്ടിവിറ്റി കൂടുതലുള്ള സ്ഥലങ്ങൾ മനസ്സിലാക്കി വെക്കുക. സമയം ഒരു പ്രധാന ഘടകമാണ്. ഹാർഷായിട്ടുള്ള ലൈറ്റ്, അതായത് ഒരു നൂൺ സമയത്ത്, അതായത് ഒരു മിഡ് ഡേ സമയത്തുള്ള ലൈറ്റിങ് ഒരിക്കലും നമുക്ക് ബേഡ്സ് നല്ല ഒരു ഫോട്ടോഗ്രാഫിക്ക് നല്ലതല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏർലി മോർണിംഗ് ഒരു 6:30 to 9, ഈവനിങ് ഒരു 4:30 to 6:30, ആ ഒരു ടൈമിങ്ങിൽ നമുക്ക് ഒരു ലൈറ്റിൻ്റെ ഒരു ആംഗിൾ വളരെ വളരെ നല്ല ലൈറ്റിംഗ് ആയിരിക്കും. നമുക്ക് നല്ല ഡീറ്റെയിൽസ് കിട്ടും, ഹൈലൈറ്റ്സ് അധികം വരത്തില്ല, ബ്ലോൺ ഔട്ടായി പോവില്ല. അങ്ങനെയൊക്കെ കുറേ ഗുണങ്ങളുള്ളതുകൊണ്ട് മാത്രമല്ല ആ ഒരു സമയത്തായിരിക്കും ബേഡ്സ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്ന സമയം അത് തന്നെ ആയിരിക്കും. ഉച്ച സമയത്തൊക്കെ ആക്റ്റീവ് ആവുന്ന ബേഡ്സ് വളരെ അപൂർവമാണ്. രാവിലെയും ലേറ്റ് ഈവനിങ്ങുമാണ് കൂടുതലും ബേഡ്സ് ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ ആ ഒരു സമയം സെലക്ട് ചെയ്യുക. ബേഡ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുക, പുസ്തകങ്ങൾ വായിക്കുക. ഓൺലൈൻ മീഡിയകൾ ഒരുപാടുണ്ട്, ആപ്പുകളുണ്ട്, നമുക്ക് ഗൂഗിളുണ്ട്. അതിൽ സെർച്ച് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളെല്ലാം അവഗാഹം നേടാൻ ശ്രമിക്കുക. എല്ലാത്തിലും ഉപരി നല്ലൊരു പ്രകൃതി സ്നേഹിയാണ് അല്ലേ? നമ്മൾ പ്രകൃതിയോട് നമ്മൾ ഏറ്റവും കടപ്പെട്ടിരിക്കുക. നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യാതിരിക്കുക. നമ്മൾ വനത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പാലിക്കേണ്ടതായിട്ടുള്ള കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കുക. കൃത്യമായ നിയമം അനുസരിച്ച് മാത്രം വനങ്ങളിലേക്ക് കടക്കുക. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുവാദത്തോടു കൂടി മാത്രം വനങ്ങളിലേക്ക് കടക്കുക. അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന പിന്നെ എക്യുപ്മെൻറ്റിനെ കുറിച്ചൊന്ന് വിശദീകരിക്കും. ഇപ്പം എൻ്റെ ഇരിക്കുന്നത് ഞാൻ ബേഡിങ്ങിന് ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ് നിക്കോണിൻ്റെ D7500 ക്യാമറയും കാനോണിൻ്റെ 100 to 400 mm ലെൻസുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് 100 to 400 mm ലെൻസാണ്. എത്ര ദൂരം വരെ ഉള്ളത് കിട്ടും ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ വേണ്ടി? ഇത് ദൂരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉള്ള ഷോട്ടുകൾ, അതായത് ബേഡ് ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രമുള്ളൊരു ഷോട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു 50 മീറ്ററിനപ്പുറമുള്ള ബേഡ്സിനെ വരെ നമുക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റും. പക്ഷേ നല്ല ക്ലാരിറ്റി ഉള്ള അപ്പീലിംഗ് ആയിട്ടുള്ളൊരു പടം വേണമെങ്കിൽ ഒരു 15 മീറ്ററിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 10 മീറ്ററിനുള്ളിലൊക്കെ ആണെങ്കിൽ വളരെ ആപ്റ്റായിട്ടുള്ള വളരെ ലേസർ ഷാർപ്പായിട്ടുള്ള പടങ്ങൾ നമുക്കിത് കിട്ടും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേർഡ് ഫോട്ടോഗ്രാഫി കൂടാതെ മാക്രോ ഫോട്ടോഗ്രാഫി ചെയ്യുന്നുണ്ട്. മാക്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ ഇൻസെക്ട്സിനെയും ചെറിയ ബട്ടർഫ്ലൈസ് ചെയ്യുന്നുണ്ട്. അതെ, ഒരു വർഷമായതേ ഉള്ളൂ അതിനകത്ത് ഇറങ്ങിയിട്ട്. അപ്പോൾ അത് ഉപയോഗിക്കുന്നത് 90 mm ക്യാമറ തന്നെ 90 mm ലെൻസാണ്. 2.8 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെർഷനാണ് ഉപയോഗിക്കുന്നത്. ഇത് വളരെ നല്ലൊരു പോർട്രേറ്റ് ലെൻസ് കൂടിയാണ്. പിന്നെ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി നമുക്ക് താല്പര്യമുള്ള മേഖലയാണ്. അപ്പോൾ അതിനൊരു വൈഡ് ആംഗിൾ ലെൻസ് ഉണ്ട്, 17 to 70 ആണ്. 17-70 mm സിഗ്മയുടെ ലെൻസുണ്ട്. ഇത് മൂന്നുമാണ് നമ്മുടെ ലെൻസ്. ക്യാമറ നേരത്തെ പറഞ്ഞാൽ നിക്കോണിൻ്റെ D7500 ആണ്. എൻട്രി ലെവലല്ല, എന്നാൽ ഹൈ എൻഡും അല്ല, ഇതിനിടയ്ക്കുള്ള ഒരു എന്തൂസിയാസ്റ്റിക് ഫോട്ടോഗ്രാഫേഴ്സിനുള്ള പ്രൊഫഷണൽ അല്ലാത്ത നല്ലൊരു വൈൽഡ് ലൈഫ് ക്യാമറയാണ്. വെയിറ്റിൻ്റെ കാര്യം ഒരു ഘടകമാണ്. ഇപ്പം നമ്മൾ ബേഡിങ് ഫോട്ടോഗ്രാഫി മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബേഡിങ് ആൻഡ് ഫോട്ടോഗ്രാഫി മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഷാർപ്പായിട്ടുള്ള ഇമേജസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ എപ്പോഴും പ്രൈം ലെൻസുകളാണ് നല്ലത്. പ്രൈം ലെൻസുകളും ഹൈ എൻഡ് ആയിട്ടുള്ള ലെൻസുകളുമാണ് നല്ലത്. ഇപ്പം ഞാൻ എക്സ്റ്റെൻറ്റീവായിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ബാക്ക് പാക്കിൻ്റെ വെയിറ്റ്, അതായത് ട്രാവൽ ചെയ്യാനുള്ള ഒരു കൺവീനിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്ക് പാക്കിൻ്റെ വെയിറ്റ് മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചെറിയ ലെൻസിന് വേണ്ടി പോയത്. പക്ഷേ എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആവശ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രം നല്ലൊരു ലെൻസിലേക്ക് പോകുക. ആദ്യം നല്ലൊരു ക്യാമറയും അതിനൊപ്പം കിട്ടുന്ന ലെൻസ് ഉപയോഗിച്ച് പരമാവധി ക്യാമറ എങ്ങനെ നമുക്ക് നമ്മുടെ സാഹചര്യം അനുസരിച്ച് ഉപയോഗിക്കാൻ
പ്രോപ്പറായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിലേക്ക് പോവുക.